ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫാമിലീസ് വിചാരിച്ച ഒരു സ്റ്റേക്കേഷന് പോയാലോ എന്നുള്ളത്. അങ്ങനെ പോയ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. യെസ്, ഇത് ഫുജേറുള്ള ഒരു ഫാം ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഒരു 3 കാറിനുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ ആദ്യം ഒരു ചെറിയ ബസ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതൊരു ഓഫ് റോഡ് ആയതുകൊണ്ട് ബസ്സൊന്നും ഇതിലേ പോകില്ല. കാറിൻ്റെ പോകുന്നത് ഒരു നല്ലൊരു കയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബസ് പിന്നെ താഴെ ഇറങ്ങി നമ്മൾ നടന്ന് പോകേണ്ടി വരും. പിന്നെ നമ്മളെ കയ്യിൽ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. യെസ്, ഇതാണ് നമ്മൾ ആ ഒരു പാത്ത് പോകുന്നത്. റൈറ്റ് സൈഡ് നമുക്കൊരു ടർഫ് കാണാം, ഫുട്ബോൾ കളിക്കാൻ പറ്റി. നമ്മളെ ഫാം ഹൗസിലെത്തിയിട്ടോ. ഇതാണ് ഫാം ഹൗസ്, ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ ഒരു പാർക്കിന് നമുക്ക് കളിക്കാൻ പറ്റുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ് ഫാം ഹൗസിൻ്റെ. യെസ്, എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഗാർഡൻ ഉണ്ട്. ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച കുറേ കാര്യങ്ങളും കാണാം. എല്ലാം കാണാം. ഭയങ്കര നീറ്റായിട്ട് വരെ നോക്കി കൊണ്ടെടുക്കും കേട്ടോ. അത് എടുത്ത് പറയാൻ വേണം, കാരണം നല്ല വൃത്തിയുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരു വലിയൊരു സ്പേസ് തന്നെയാണിത്. നിങ്ങൾക്ക് ഫങ്ഷൻസോ ഗ്യാതറിങ്ങോ എന്തോ വേണമെങ്കിലും വെക്കാം. അത്രയ്ക്കും ഇപ്പം ഈവൻ റൂമാണെങ്കിലും കുറേ ഉണ്ട്, മജ്ലീസും കുറേ ഉണ്ട്. മജ്ലീസ് ഇവിടെ ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട്. ഈ ഊഞ്ഞാലിൻ്റെ തൊട്ടടുത്തൊരു കാണുന്നുണ്ട്, ഇതൊരു ഇൻഡോർ മജ്ലീസാണ്. ഇതേപോലെ ഒരു ഔട്ട്ഡോർ മജ്ലീസും ഉണ്ട് ഇവിടെ. പിന്നെ ഗ്രില്ലടിക്കാനുള്ള ഉണ്ട്. പിന്നെ കിച്ചൺ ഉണ്ട്. ആ കിച്ചണിലായിരുന്നു നമ്മൾ കുക്കൊക്കെ ചെയ്തത്. നമ്മൾ ചിക്കന് കായൊക്കെ തേച്ച് കൊണ്ടുപോയി. പിന്നെ സ്നാക്സ് എടുത്ത് തരുമോ. ഇത് പൂളാട്ടോ. ഇത് മക്കൾക്കുള്ള ചെറിയ പൂളാണ്. അത് നമ്മൾ വൃത്തിയാക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ അതിന് തൊട്ടടുത്തുള്ള ഈ പൂളാണ് അവിടെ ക്ലീൻ ആക്കാൻ പറഞ്ഞത് നമുക്ക് കളിക്കാൻ. പിന്നെ അപ്പം ഞാൻ എന്താ പറഞ്ഞേ, യെസ്. അപ്പം ഫുഡൊക്കെ നമ്മൾ അതേമാതിരി ചിക്കന്, എഗ്ഗ്, ഇതെല്ലാ സ്നാക്സൊക്കെ നമ്മൾ കൊണ്ടുപോയതാണ്. രാവിലെ അതേമാതിരി, രാത്രി ഗ്രില്ലടിച്ചു. രാവിലെ അതേമാതിരി മുട്ടക്കറി പിന്നെ ചിക്കൻ കറി അങ്ങനെ സംഭവങ്ങളൊക്കെ ആക്കിയതാണ്. യെസ് ഗായ്സ്, ഇതാണ് മൽബറി. ഇവിടെ മൽബറി ഉണ്ട്. കുറേ തയ്ച്ച് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു തയ്ച്ചോ. പിന്നെ എത്രത്തോളം കുറേ എടുത്തിട്ടില്ലൊന്നും. മൽബറിയും ഉണ്ട്. പിന്നെ ഇവിടെ അനാറും കാണും. ഇവിടെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു അനാറാണ് കുറേ ഉള്ളത്. മൽബറി ആകെ ഒറ്റൊന്നേ ഉള്ളൂ, അനാറ് കുറേ ഉണ്ട് ഇവിടെ. പിന്നെ എന്തൊക്കെയോ ചെടി എന്തൊക്കെയോ ഉണ്ടാവുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയുന്നാകെ തോന്നുന്നു. അപ്പം അനാറ് ഇവിടെയുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ സ്നാക്സൊക്കെ ആക്കി കൊണ്ടുപോയിട്ട് അവിടെ നിന്നും കഴിച്ച്, എന്നിട്ട് രാത്രി ഗ്രില്ലടിച്ച്, പിന്നെ പിറ്റേന്ന് രാവിലെ നല്ല ബ്രെഡും പിന്നെ അങ്ങനത്തെ കുറച്ച് ചിക്കൻ കറി പിന്നെ മുട്ടക്കറി പിന്നെ എന്താക്കിയേ ബ്രെഡ് ഓംലേറ്റ് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ പോയി. നമ്മൾ ഇവിടെ എത്തുന്നത് ഒരു വൈകുന്നേരമായിട്ടുണ്ടാവും. 4 മണി 3:30 ഇവിടെ എത്തി കിട്ടോ. ഇത് ചെറിയൊരു മാവാണ്. ആ മാവിൻ്റെ അതാ ചെറിയൊരു മാങ്ങ തയ്ക്കും. യെസ്, അപ്പം നമ്മൾ ചെക്കൗട്ട് ചെയ്തത് ഒരു 3 or 4 ആയിട്ടുണ്ടാവും. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങുമ്പോൾ 4 ആയിട്ടുണ്ടാവും. ചെക്കിങ്ങും ഒരു 3 തന്നെ നമ്മൾ ചെക്കിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിപ്പോലെ തോന്നി. രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ പാട്ടും പാടി ചില്ലടിച്ചിരിക്കുന്ന ടൈമായിരുന്നു. ഇവിടെ വെതർ ഒന്നും പറയാല്ല, അടിപൊളി വെതറാണ്. നല്ല കാറ്റ് പറഞ്ഞാൽ ഇങ്ങനെ തണുത്തൊരു കാറ്റ്. നമ്മൾ നാട്ടിലൊക്കെ പോയ ഒരു ഫീലായിരുന്നു. മഴ പേര് ഇങ്ങനെ ഒരു കാറ്റടിക്കുമ്പോൾ ആ ഒരു ഫീലായിരുന്നു ഇവിടെ കാറ്റടിക്കുമ്പോൾ കിട്ടിയത്. അടിപൊളിയായിരുന്നു. മഴ ഒന്നും പെയ്തിട്ടില്ല, പക്ഷെ നല്ലൊരു ഇവിടെ ആമുണ്ട് ഗൈസിയേ. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടാവാം. കുറച്ച് പേര് ആ ഏരിയയിലേക്ക് കുറേ ഇവരെ നോക്കി കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. മാനുണ്ടാന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാനുണ്ട്, പിന്നെ നായ്ക്കളുണ്ട്, പിന്നെന്താ കോഴി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് നൈറ്റ് ആയപ്പോൾ പിന്നെ അതും പറ്റില്ല. പിന്നെ കുറച്ച് ലവ് ബേർഡ്സ് ഉണ്ട്, പിന്നെ ഒട്ടകമുണ്ട്, അതൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. പിന്നെ ഇതിപ്പോൾ കാണിക്കാൻ പോകുന്ന ഇവിടെ ഒരു ഇൻഡോർ മജ്ലിസാണ്. ഒരു AB സെറ്റപ്പിലുള്ള മജ്ലിസാണ്. ലൈക്ക് ഇത്ര സ്പേസ് ഉണ്ടാകണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കിടക്കാം. ഇതൊരു റൂമാണ്. ഇതുപോലത്തെ ഒരു 5-6 റൂമെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് ഗായ്സ് ഒട്ടപ്പം. ഇതിൻ്റെ പുറത്തായിട്ട് ഇത് ഞങ്ങൾ കൊണ്ടുപോകുന്ന സ്നാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ടീ ടൈം ആയപ്പോൾ ടീ കുടിക്കായിരുന്നു.
അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും, ബൈ.